ഹായ്, ഈ കോഴ്സിന്റെ സിലബസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കോഴ്സിൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ജാവ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ എഡിറ്റിംഗ് ടൂളായ NetBeans എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനകത്ത് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ഒരു ബേസ്മെന്റ് ആണ് ആദ്യം തരിക. അതിനുശേഷമാണ് നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് കയറുന്നത്. പ്രോഗ്രാമിംഗിൽ നമ്മൾ വേരിയബിൾ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ലെവൽ നമ്മൾ സെക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അറേസ് എന്താണ്, മെത്തേഡ്സ് എങ്ങനെയാണ് എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ലെവൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലെവലായിട്ടുള്ള പോളിമോർഫിസം, എൻകാപ്സുലേഷൻ, ആബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ജാവ കോഡിംഗ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നെങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത്. അതിനടുത്ത സെക്ഷനായിട്ട് വരുന്നതാണ് ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട്, മൾട്ടിത്രെഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, അതെല്ലാം അതിന്റെ ഓരോ സെക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സെഷൻ ആയിട്ടുള്ള AWT കോമ്പണൻസ് അല്ലെങ്കിൽ സ്വിംഗ് കോമ്പണൻസ്, ഇതെല്ലാം പാക്കേജസ് ആണ്. രണ്ട് പാക്കേജാണ് ജാവയിൽ ഹെൽപ്പ് ചെയ്യുന്നത്, AWT സ്വിംഗ്. നമുക്ക് ഫോംസ്, ആപ്ലിക്കേഷൻസിന്റെ ഫോംസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. AWT എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന പാക്കേജാണ്. അതിനുശേഷം കുറച്ച് മെമ്മറിയിൽ നല്ല എൻഹാൻസ്മെന്റ്സ് കിട്ടുന്ന ഒരു പാക്കേജാണ് സ്വിംഗ് കോമ്പണൻസ്. അങ്ങനെയുള്ള കോമ്പണൻസ് ആണ് സ്വിംഗ് പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് ഫയൽ ഇൻപുട്ട്. ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫയലിലേക്ക് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളാണ് ഈ ഫയൽ ക്ലാസ് എന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് ഈ ഫോമിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഡാറ്റ ആപ്ലിക്കേഷൻ ഡാറ്റാബേസിലേക്ക്, അതായത് MySQL, Oracle, അങ്ങനെയുള്ള ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് JDBC. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് താല്പര്യമുള്ളവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.